എൻ്റെ എല്ലാവിധ ആശംസകളും നേരാണ്. നമ്മളൊരു തമാശയ്ക്ക് നമ്മുടെ ലൊക്കേഷനിൽ ഇരുന്നപ്പം ഞാനും ജോഷിയൊക്കെ നേരത്തെ ഇരുന്നപ്പം ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 13 വർഷമായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഒരു എൻഗേജ്മെൻറ്റ് പോലും ഇല്ല. അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ വെറുതെ ഒരു ലൈവ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ജോഷിയുടെ എൻഗേജ്മെൻ്റ് ആണ് മാർച്ച് 15 വെറുതെ പറഞ്ഞായിരുന്നു. പക്ഷേ മാർച്ച് മാസം തന്നെ അവിടെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആയി കഴിഞ്ഞു. അപ്പം അതേപോലെ തന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി, എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ. ജോഷിനെ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ അമൃത എന്നാ കല്യാണം കഴിക്കുന്നത്? ജോഷി എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ കൂട്ടത്തില് നമ്മൾ 3-4 പേരുണ്ട്. പുതിയൊരു ടോക്ക് ഉണ്ട്, സീരിയൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് കല്യാണം കഴിക്കുന്നത്. ഞാനോ? ഒരിക്കലുമല്ല. സീരിയൽ ഇൻഡസ്ട്രിയായിട്ട് യാതൊരു സിനിമ ഇൻഡസ്ട്രിയിലാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അത് പറയുന്നത് അതൊക്കെ എനിക്കറിയത്തില്ല. 2 ഇൻഡസ്ട്രിയിലും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും. അപ്പൊ എന്താ ഇൻഫ്ലുവൻസറാണ്? അതൊക്കെ ദൈവത്തിന് അറിയാം. എനിക്ക് വരാൻ പറ്റിയില്ല, പകരം അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമൃതയുടെ നാട്ടുകാരനാണല്ലോ നമ്മുടെ ഗണേഷ് കുമാർ. എങ്ങനെയുണ്ട് മൂപ്പരുടെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പാലുകാശിന് ജസ്റ്റ് ക്ഷണിച്ചതേ ഉള്ളൂ. അദ്ദേഹം അന്ന് വരാൻ പറ്റിയില്ല, തൊട്ടടുത്ത ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. കോസ്റ്റ്യൂം വാങ്ങിച്ചതാണ്. താങ്ക് യു ശ്രീരാജ. പുതിയ വീട്ടിലേക്ക് ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? പുതിയ വീട്ടില് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം ഉറങ്ങി ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാം നന്നായിട്ട് നടന്നോ, വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാവരും നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിലൊക്കെയാണ്. അതെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. കല്യാണം ഈ വർഷം തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒന്നും ഫിക്സ് ആയിട്ടില്ല. 2026 വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അമൃതയാണ് നിർബന്ധിക്കണം, അമ്മയാണ് നിർബന്ധിക്കാനുണ്ടോ? എങ്ങനെയുള്ള ആളായിരിക്കണം? പൃഥ്വിരാജിനെ പോലെയാണോ, അതോ ചാക്കോച്ചിനെ പോലെയാണോ, അതോ നിവിൻ പോളിയെ പോലെയാണോ, ടോവിനെ പോലെയാണോ? ശ്രീരാജേ, താങ്ക് യു സോ മച്ച്. ഞാൻ ലേറ്റ് ആയി, എനിക്ക് 10-ാമത്ത് പോകാനുണ്ട്. ഒത്തിരി സമയം ഒത്തിരി കാര്യം. അതെ അതെ. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതുപോലെ ആരെങ്കിലും ഫംഗ്ഷനിൽ കാണാം. അമൃത ജീവിത പങ്കാളിക്കുള്ള ഏണിങ് അമൃതയെക്കാളും കൂടുതൽ